കാലാപാനി ഒരു വെബ് സീരീസാണ്. ആൻഡമാൻ ഐലൻഡ്സിൽ ഒരു എപ്പിഡമിക് പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ കഥയാണ്. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ പേര് ദ സ്വിച്ച് എന്നാണ്. ആൻഡമാനിലെ ഗവർണർ അദ്ദേഹം ഒരു കേണലാണ്. അദ്ദേഹം ഒരു സെമിനാറിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് ഈ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിഷയം ഇതാണ്: ദർ ഇസ് നോ റൈറ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതിന് എക്സാമ്പിളായിട്ടുള്ള പറഞ്ഞത് ക്ലാസിക്കൽ ട്രോളി പ്രോബ്ലമാണ്. റെയിൽവേയുടെ ഒരു ട്രാക്കിൽ 5 തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ട്രെയിൻ അതിലൂടെ വരാൻ പാടില്ല. പക്ഷേ സിഗ്നൽ തെറ്റിച്ച് ഒരു സൂപ്പർസോണിക് സ്പീഡിൽ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 പണിക്കാരാണെങ്കിൽ ചെവിയിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവറിന് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇയാൾക്ക് ബ്രേക്ക് ഇടാൻ പറ്റില്ല, അപകടമാണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് മാറ്റി അടുത്ത ട്രാക്കിലേക്ക് വിടാം, അങ്ങനെ 5 പേരെ രക്ഷപ്പെടുത്താം. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ട്രാക്ക് മാറ്റിയാൽ ഇപ്പോഴത്തെ ട്രാക്കിൽ ഒരു തൊഴിലാളി ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ റൂമിലിരിക്കുന്ന ആളിന് ഡിസിഷൻ എടുക്കാം. ഒന്നില്ലെങ്കിൽ 5 പേര് മരിക്കും, അല്ലെങ്കിൽ ഒരാൾ മരിക്കും. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കേരള ഈ ഓഡിയൻസോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യും ഈ സിറ്റുവേഷനിൽ? ഭൂരിഭാഗം പേരും പറഞ്ഞു, ഞങ്ങൾ സ്വിച്ച് ചെയ്യും. അങ്ങനെ ഈ ഒരാൾ നഷ്ടപ്പെട്ടാൽ 5 പേര് രക്ഷപ്പെടുമല്ലോ, ആ രീതി എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൈപൊക്കിയേക്കണ കൈപൊക്കിയ ഒരാളോട് കേണൽ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്? ആൾ പറഞ്ഞു, 5 പേരുടെ ജീവനല്ലേ ഒരാളുടെ ജീവനേക്കാളും വലുത്, അതുകൊണ്ട് ഞാൻ സ്വിച്ച് ചെയ്യും. ഒരാൾ പോയാൽ 5 പേര് രക്ഷപ്പെടുമല്ലോ, അതാണ് പ്രധാനപ്പെട്ടത്. കേരള ചോദിച്ചു, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ അറിയാമോ? ആൾ പറഞ്ഞു, അറിയാം, ഇതെൻ്റെ മകനാണ്, തൊട്ടടുത്തിരിക്കുന്ന മകനാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു ട്രാക്കിൽ ആ ഒറ്റക്ക് നിൽക്കുന്നത് അത് നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കൺഫ്യൂസ്ഡായി. എന്നാലും അയാൾ ഉത്തരം പറഞ്ഞു, ഞാൻ സ്വിച്ച് ചെയ്യില്ല, കാരണം എൻ്റെ മോനാണ്. കേരള പറയുന്നുണ്ട്, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ചോയ്സ് എടുക്കാൻ ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദർ ഇസ് നോ റൈറ്റ് ഡിസിഷൻ, ദർ ഇസ് റോങ് ഡിസിഷൻ, ലെസ്സർ റോങ് ഡിസിഷൻസ് ഇൻ അവർ ലൈഫ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇതേ സിറ്റുവേഷൻ എടുത്തിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയ, അല്ലെങ്കിൽ സാൽവേഷൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഒരു റെയിൽ പാതയിൽ ഒരു ലോകം മുഴുവനാണ്, പാപം ചെയ്ത ഒരു ലോകം മുഴുവൻ ഒരു റെയിൽ പാതയിൽ നിൽക്കുകയാണ്. ഇപ്പുറത്തെ പാതയിൽ രക്ഷകൻ ക്രിസ്തു നിൽക്കുന്നു, പാപം തൊടാത്ത ക്രിസ്തു നിൽക്കുന്നു. ദൈവം ഏതാ സ്വിച്ച് ചെയ്തേ? എൻ്റെ മകൻ ഈ ലോകത്തെ രക്ഷിക്കാൻ, ഈ പാപം ചെയ്ത ലോകത്തെ രക്ഷിക്കാൻ എൻ്റെ മകൻ്റെ ജീവിതം കളയട്ടെ എന്നൊരു ഡിസിഷൻ എടുത്തേ. ഇത് റൈറ്റ് ഡിസിഷനാണ്. ബൈബിൾ എന്നറിയപ്പെടുന്നതാണല്ലോ യോഹന്നാൻ 3:15. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം സ്നേഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് അതെൻ്റെ ഈ ലോകത്തിൻ്റെ ജീവനെന്ന്, സ്വന്തം മകനെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടത് ലോകത്തിൻ്റെ ജീവനെന്ന് പറഞ്ഞ ദൈവത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ദൈവം എടുത്ത റൈറ്റ് ഡിസിഷൻ്റെ പേരെന്തെന്നറിയാമോ? ആ പേരാണ് ക്രിസ്മസ്.